ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി. ഈ ഒരു മന്ത് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം എന്ന് വിചാരിച്ച് തുടങ്ങുന്നൊരു മന്താണ്. അപ്പോൾ ഞാൻ എണീച്ച് നേരെ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ഒന്ന് കുളിച്ചിട്ട് വന്നു. കാരണം ഇന്ന് നമുക്കൊരു അമ്പലം വിസിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് 1-ാം തീയതി ആയിട്ട് ഐശ്വര്യമായി അമ്പലത്തിലൊന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ആയി അമ്പലത്തിൽ പോയിട്ട്, മോർ ദാൻ 1 മന്ത്. എനിക്കിഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുളിച്ച് ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോയി കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ കിട്ടി, അത്രമാത്രം. അപ്പോൾ ഇത് ഞാൻ നല്ല ഒരുങ്ങിയിട്ടാണെന്ന് പോകുന്നത്. അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാലും ഒരുങ്ങി പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മളൊരു രാമൻ്റെ അമ്പലം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി ഞാനും ഏച്ചിയും പാറും പോയി. നമ്മൾ നെയ്വിളക്കും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഏച്ചി ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു മന്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും പംകിൻ കറിയും കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നല്ല അടിപൊളി റെസിപ്പിയാണ്. അമ്മക്ക് മാത്രം അറിയുന്ന കുറച്ച്, എനിക്ക് തോന്നുന്നു, ഞാൻ വേറെ ആരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു റെസിപ്പി അറിയില്ല. ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടുമില്ല. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പാറു ലേറ്റായിട്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും എടുത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടിച്ച് വാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് എൻ്റെ ആ ഒരു ഹാബിറ്റ് ട്രാക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനത് പാലിച്ചില്ല. അതായത് ഈ കേക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്നും അത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇതേ മന്തി ഉണ്ടാക്കി, അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഹെൽത്തി മന്തിയാണ്, അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മധുരം മസ്റ്റാണല്ലോ, അതിന് വേണ്ടി ഒരു ഐസും കൊടുത്ത് കഴിച്ചു. ഇതിപ്പോൾ ഫുഡ് ബ്ലോഗാണോ എൻ്റെ ഡെയിലി ബ്ലോഗാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും വിശന്നു ഗൈസ്. അപ്പം ഏച്ചി പറഞ്ഞു ഒരു ചപ്പാത്തി നൂഡിൽസ് പോലെ ആക്കാം. ഓൾറെഡി ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്ത് പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ കുറച്ച് മുളക് പൊടിയും സോസ്, സോയാ സോസ്, ചില്ലി ടൊമാറ്റോ സോസ് അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചപ്പാത്തി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പോപ്കോണും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഒരു പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു അതും കൂടി ആക്കാമെന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണ്. ഇന്ന് അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് കഴിക്കാനോ ഇത്രയും സാധനങ്ങൾ കഴിക്കാനോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ വളരെ ലാവിഷായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഓഗസ്റ്റിൽ ഫുഡ് അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയ സമയത്ത് എനിക്ക് വർക്കൗട്ട് ബാധകമാണല്ലോ. അപ്പം വർക്കൗട്ട് എന്നുള്ള രീതിയിലല്ല, പാറിനെ കൊണ്ടൊന്ന് ഗ്രൗണ്ടിൽ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു റൗണ്ട് അങ്ങ് ഓടിക്കളയാന്ന്. ഒരു റൗണ്ട് പകുതി ചെയ്തപ്പോൾ തന്നെ എനിക്ക് ക്ഷീണം വന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു റൗണ്ട് ആക്കി തീർത്തു ഞാൻ. എന്നാലും ഞാൻ ഓടി എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ഇതേ രാത്രി നമ്മൾ വീണ്ടും മന്തി തന്നെ ആക്കി കഴിക്കുകയാണ്. ചിക്കൻ തരുന്നു, അതുകൊണ്ടൊരു മുട്ട ഓംലെറ്റ് അല്ലെങ്കിൽ ആയി കഴിച്ചു. ഇനിയാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മളൊരു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും നമുക്ക് ഏറെക്കുറെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാനിന്ന് 7 മുന്നേ എണീച്ചിട്ടുണ്ടായിരുന്നു. 2 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചോന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വിട്ടതാട്ടോ. സീഡ്സ് അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മെഡിറ്റേറ്റ് അല്ലെങ്കിൽ യോഗ ചെയ്ത്, പിന്നെ ജേർണലിങ് ചെയ്തിട്ടില്ല. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പേജ് റീഡേ ചെയ്തിട്ടില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിയല്ലോ. പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയില്ല. ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ടാണ് എനിക്കൊരു ഡേ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞത്. ഞാൻ ഈ ഹാബിറ്റ് ട്രാക്കിൽ എഴുതിയ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്.
അതുകൊണ്ടാണ് പലതും എനിക്ക് പാലിക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാവുമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഓരോ തെറ്റുന്നാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. ആൻഡ് ഞാനിതൊരു പുതിയ ബിഗിനിങ്ങുമാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഡേ ശരിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹാബിറ്റ് ട്രാക്കിൻ്റെ കാര്യം. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഇന്ന് എനിക്ക് ജേർണലിങ് ചെയ്യാനും മൂടുണ്ടായിരുന്നില്ല. എന്നാന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മെൻ്റലി ഇതിനകത്തേക്ക് അങ്ങ് വന്നിട്ടില്ല. അതായിരിക്കും നമുക്ക് വരുന്ന ദിവസത്തിൽ എല്ലാം ശരിയാക്കാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അസുഖമൊക്കെ ആയിട്ട് സൈഡായതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് നാളെ കാണാം. ബായ്.